അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ആ വീട്ടിൽ എനിക്ക് ഒരു വിലയുമില്ല, എല്ലാം പ്രതീക്ഷയായിരുന്നു അമ്മേനോട് പെങ്ങളോട് ചോദിച്ചിട്ടാ ചെയ്യുന്നതെന്ന്. നിങ്ങൾ അതാരും വിശ്വസിച്ചില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന ഞാനിങ്ങ് പോന്നിട്ട് ഇപ്പൊ. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഒരാളെ കാണുമ്പോൾ പിന്നെ ഉള്ളു തുന്നിച്ച് നോക്കാനൊക്കെ പറ്റുമോ? ഇവിടെ വരുമ്പോൾ നല്ല പിന്നെ സഹകരണവും പ്രവർത്തനവും എല്ലാം അല്ലേ, നല്ല സ്വഭാവമായിട്ടല്ലേ നമുക്കങ്ങനെ തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ക്ഷമിക്കുക. എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ക്ഷമിച്ച് അവിടെ സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കാനായിട്ട് നോക്ക്. അല്ലാണ്ട് ഇപ്പം ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ സന്തോഷമായിട്ടാ? ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രശ്നം. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മേനെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പം എന്തെങ്കിലും ഒരു പാകപ്പഴ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് സഹിച്ച് ജീവിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാണ്ട് ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ, ഞാൻ ചെന്ന് നോക്കട്ടെ. അമ്മ പ്രതീക്ഷേട്ടൻ അതാ വന്നേക്കുന്നത്. പ്രതീക്ഷ വന്നോ? ആ ഇങ്ങ് വാ. പ്രജീഷോ, ഇരിക്ക്. ഞാനേ മീൻ വെട്ടോ, കൈ കഴിച്ചെന്ന് പറഞ്ഞ കേട്ടോ. പ്രജീഷേ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തിനാ വിശേഷം അന്വേഷിക്കുന്നേ? ഇപ്പൊ 3 ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പഴേക്കും വരാനുള്ള. നീ ഒന്നും മിണ്ടാതിരിക്കുക. പിന്നെ പ്രജീഷ 3 ദിവസമായി വന്നിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കാനും പറയാനൊന്നും അനുമതി കിട്ടിയിട്ടുണ്ടാവില്ല. വിളിച്ചാ നീ ഫോൺ എടുക്കൂലെന്നറിയാം, അതാ ഞാൻ വിളിക്കാണ്ടെന്നേ. വിളിച്ചു നോക്കത്തില്ലായിരുന്നോ? ഞാൻ അതല്ല നേരെ ഇങ്ങോട്ട് വന്ന, അമ്മേന്റെ സമ്മതം കിട്ടിയിട്ടൊന്നല്ല. പ്രജീഷേ, കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അതുവരെ അമ്മയും മകനും ഒരുപോലെയാണ്. പിന്നെ രണ്ടുപേർക്കും ഒരേ സ്ഥാനം. അമ്മേനെ അമ്മയുടെ സ്ഥാനത്ത് നിർത്തുക, ഭാര്യനെ ഭാര്യയായിട്ട് കാണുക. ചിലപ്പോൾ അത് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അത് അമ്മ പറയുന്നതും കേൾക്കണം, ഭാര്യ പറയുന്നതും കേൾക്കണം. കേട്ട് രണ്ടുപേരെയും ഒരുമിച്ച് സ്നേഹത്തോടെ കൊണ്ടുപോകാനുള്ള ഒരു കാര്യം ഉണ്ടാവണം. അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ബോധ്യപ്പെട്ട്. ഞങ്ങളെ വീട്ടിൽ പണ്ട് മുതലേ അച്ഛനുണ്ടെങ്കിൽ കൂടി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അമ്മയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാനും ഇന്നും കല്യാണം കഴിച്ചതിന് ശേഷം അമ്മേനോട് എന്നെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ 2 ദിവസം ജിത്യ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് ജിത്യന്റെ വില എന്താണെന്നു, ജിത്യ ആരായിരുന്നു എൻ്റെ എന്നുള്ള എനിക്കിപ്പം ബോധ്യപ്പെട്ടെ. അപ്പൊ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ജിത്യക്ക് ജിത്യന്റെ അമ്മക്ക് അമ്മേൻ്റെതായിട്ടുള്ള രണ്ടാളുടെ സ്ഥാനം കൊടുത്തിട്ട് തന്നെ ഞാൻ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് അമ്മ എന്നോട് പറഞ്ഞു, ഇനി കൂട്ടുന്നാണെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പൊ ഞാൻ അമ്മേനോട് ഒന്നും പറയാണ്ട് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ കൂട്ടാൻ വന്നതാ. അപ്പൊ അമ്മ ഓളെ എന്റെ കൂടെ അയക്കണം. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. ഇനിയാണേലും തെറ്റ് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരുടെ ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അത്രേ എനിക്കും പറയാനുള്ളൂ. എന്നാ പ്രജീഷ ഇരിക്കെ, ഞാൻ ചായ വെക്കട്ടെ. നീ വേഗം പോയി റെഡിയാ കേട്ടോ. എന്നാ പ്രജീഷേ, പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോ നേരെ വീട്ടിലേക്കാണോ പോകുന്നത്? അല്ല, വീട്ടിലല്ല. ഞാൻ എന്തായാലും വയനാട്ടിൽ വന്നല്ലേ. അപ്പൊ ഇനി ഇവിടെ ഈ മൂടൽ ഒന്ന് മാറാൻ വേണ്ടിട്ട് ഞാൻ 2 ദിവസം റിസോർട്ടിലോ ഒന്ന് മൊത്തം ഇവിടെ കറങ്ങി അടിച്ചിട്ട് പോകുന്നിരിക്കുന്നത്. എന്താ സന്തോഷമായിട്ട് പോട്ടെ. കേട്ടോ, ശരി പോട്ടെ.